ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. അതെങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു 500 ഗ്രാം ഫിഷാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കായിട്ടുള്ള ഈ ഫിഷിന് പറ്റാനുള്ള പേസ്റ്റ് നമുക്ക് റെഡിയാക്കാം. അതിന് ഞാൻ എടുക്കുന്നത് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1 teaspoon pepper powder, 2 teaspoon chilli powder, 1 tablespoon lemon juice, 1 tablespoon oil, 1/4 teaspoon ഉപ്പ്, കുറച്ച് കൊറിയൻഡർ ലീവ്സും കുറച്ച് കറി ലീവ്സും. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഇനി നമ്മളുടെ ഫിഷ് മേലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മീൻ എടുക്കുമ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണേ, എന്നാലും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അരപ്പ് കയറുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്വല്പം കോൺഫ്ലോർ എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. ഫിഷ് മാരിനേറ്റ് ചെയ്തു. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 1/2 to 1 hour വെക്കണം, എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വറക്കുമ്പോഴേ. അപ്പം ഞാനിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ ഈ ഫിഷ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിനെല്ലാം ഈ പേസ്റ്റൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത്. ഇനി ഇത് നമുക്ക് വറക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ മീനിനകത്തേക്ക് വെക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പുരട്ടിയിരിക്കുന്ന പേസ്റ്റൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ മീനിൻ്റെ ഒരു വശം നന്നായിട്ട് വെന്ത് ഒതുങ്ങി. അപ്പോൾ നമുക്കൊന്ന് മറച്ചിടാം. വെന്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. നോക്കിയാൽ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാലഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. നമ്മളിപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഫുഡാണ് ഒരു ഫിഷും സാലഡും. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.